എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരപ്പൻ്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നു. ആദ്യമേ പറയട്ടെ, ഈ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയും ഹിന്ദുമതത്തെപ്പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ സാധിക്കണം. അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം. നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ അത് നമ്മളെ പഠിപ്പിക്കും. മഹാദേവനെ പറ്റിയുള്ള വീഡിയോകളിൽ ഒന്നാണ് ഇത്. വരും വീഡിയോകളിൽ മഹാദേവന്റെ പഞ്ചരൂപങ്ങളും അവ ഭക്തനെയും പ്രപഞ്ചത്തെയും എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതും പറയുന്നതാണ്. അതോടൊപ്പം ഏറ്റുമാനൂരപ്പനെ കുറിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. മഹാദേവന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. പുതിയ വീഡിയോകൾ വരുന്നതനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മഹാദേവൻ എന്നത് രൂപമുള്ള ഒരു ദൈവം മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഊർജമാണ്. നമ്മെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അനന്തമായ ശക്തിയെയാണ് നാം മഹാദേവൻ എന്ന് വിളിക്കുന്നത്. മഹാദേവനെ കുറിച്ചുള്ള ഇനിയും നിരവധി ഭാഗങ്ങൾ ഉടൻ വരും. ദയവായി അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. മുൻപ് വന്ന വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മഹാദേവനെ നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം: അരൂപിയായും രൂപിയായും. അരൂപി എന്നാൽ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായ ബോധം. രൂപി എന്നാൽ ഭക്തർക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും കഴിയുന്ന രൂപത്തോടു കൂടിയ ഭാവം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ലോകമുണ്ടായതും നിലനിൽക്കുന്നതും അവസാനിക്കുന്നതും മഹാദേവനിലാണ് എന്ന ആശയമാണ് ഇത് കാണിക്കുന്നത്. ഒരു ചെടി വളരുന്നതും പൂക്കുന്നതും ഒടുവിൽ മണ്ണിലേക്ക് ചേരുന്നതും പോലെ ഈ പ്രപഞ്ചത്തിലെ മാറ്റങ്ങളെല്ലാം മഹാദേവന്റെ നിയന്ത്രണത്തിലാണ്. മൂന്നാം കണ്ണ് അഥവാ തൃക്കണ്ണ്. കണ്ണിന്റെ പ്രകാശം. മൂന്നാം കണ്ണ് അഥവാ തൃക്കണ്ണ്, അറിവിന്റെ പ്രകാശം. ഇത് കോപത്തിന്റെ മാത്രമല്ല, അറിവിന്റെയും അടയാളമാണ്. സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സത്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിലെ നന്മ, ലോകത്തിന്റെ യാഥാർത്ഥ്യം കാണാൻ സഹായിക്കുന്ന ആന്തരിക ദൃഷ്ടിയാണിത്. സമത്വം. മഹാദേവന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ്. ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുകയും നീതി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ദൈവമാണ് അദ്ദേഹം. ധ്യാനവും ശാന്തതയും. തിരക്കുകൾക്കിടയിലും ശാന്തമായിരിക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ലോകം മുഴുവൻ നിയന്ത്രിക്കുമ്പോഴും അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു. ഇത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രതയോടെ പ്രവർത്തിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. നമുക്കുള്ള പാഠങ്ങൾ. ഭക്തി എന്നാൽ വെറും പ്രാർത്ഥനയല്ല, അത് ആത്മവിശ്വാസമാണ്. നാം മഹാദേവനെ ഉള്ളിൽ ധ്യാനിക്കുമ്പോൾ ഭയം മാറുകയും ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ധൈര്യം ലഭിക്കുകയും ചെയ്യുന്നു. നമ്മളും മഹാദേവനും ഒന്നാണ്. സ്നേഹം, കരുണ, നീതി, ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നാം ഓരോരുത്തരും ആ മഹാശക്തിയുടെ ഭാഗമായി മാറുന്നു. കരുണയും സംരക്ഷണവും. ഭയപ്പെടേണ്ടവനല്ല, ആശ്രയിക്കേണ്ടവനാണ് മഹാദേവൻ. തെറ്റുകളിൽ നിന്ന് നമ്മെ തടയുന്ന അച്ഛനെ പോലെയാണ് അദ്ദേഹം. നാം ആപത്തിൽപ്പെടുമ്പോൾ ധൈര്യമായും വിഷമിക്കുമ്പോൾ ആശ്വാസമായും അദ്ദേഹം കൂടെയുണ്ടാവും. അരൂപി സംയോജനം. അദൃശ്യമായ ശക്തിയും ദൃശ്യമായ രൂപവും ഒന്നാണ്. വൈദ്യുതി കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, അതിനെ അരൂപി എന്ന് പറയാം, അല്ലെങ്കിൽ അരൂപി ഭാവം. എന്നാൽ ബൾബ് കത്തുമ്പോൾ നാം പ്രകാശമായി അത് കാണുന്നു, അതാണ് രൂപി ഭാവം. ഇത് തന്നെയാണ് മഹാദേവന്റെ രണ്ട് ഭാവങ്ങളും. ഭക്തിയുടെ പ്രാധാന്യം. ഭക്തി എന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്.
വെള്ളം പാത്രത്തെ വൃത്തിയാക്കുന്നത് പോലെ ഭക്തി നമ്മുടെ ഉള്ളിലെ അസൂയയും ദേഷ്യവും മാറ്റി മനസ്സിൽ സമാധാനം നിറയ്ക്കുന്നു. ധർമ്മവും നീതിയും. സത്യത്തിനും ധർമ്മത്തിനും ഒപ്പം നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്തി. അനീതിക്കെതിരെ നിൽക്കാനുള്ള കരുത്ത് മഹാദേവൻ നൽകുന്നു. പ്രപഞ്ചതാളം. ലോകത്തെ നിയന്ത്രിക്കുന്നത് മഹാദേവനാണ്. സൂര്യൻ ഉദിക്കുന്നതും കാറ്റ് വീശുന്നതും എല്ലാം ആ വലിയ ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ലോകത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ ആന്തരിക ബോധമാണ്. ആത്മബോധം. ദൈവത്തെ പുറത്ത് തിരിയുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിലെ നന്മയെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ആത്മബോധം. ഞാൻ ആ ശക്തിയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് ഇത് നൽകുന്നു. കർമ്മഫലം ഉറപ്പാണ്. ആര് തെറ്റ് ചെയ്താലും അതിനുള്ള ഫലം ലഭിക്കും. മഹാദേവന്റെ നീതി എല്ലാവർക്കും ഒരുപോലെയാണ്. ഇത് ലോകത്തിൽ നന്മ നിലനിൽക്കാൻ സഹായിക്കുന്നു. ഭക്തന്റെ അനുഭവം. ഭക്തിയിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ആത്മവിശ്വാസമാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ നേരിടാൻ ഇത് സഹായിക്കുന്നു. മാറ്റം പ്രകൃതി നിയമമാണ്. പഴയത് അവസാനിക്കുന്നതും പുതിയത് തുടങ്ങുന്നതും മഹാദേവന്റെ ലീലയാണ്. അതിനാൽ ജീവിതത്തിലെ മാറ്റങ്ങളെ ഭയപ്പെടാതെ സ്വീകരിക്കുക. ധൈര്യവും ആത്മവിശ്വാസവും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. മഹാദേവന്റെ ചൈതന്യം എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. ആ ഉറപ്പ് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം നൽകുന്നു. എല്ലാം ഒന്നിൽ അവസാനിക്കുന്നു. രൂപമുള്ളവനായും ഇല്ലാത്തവനായും നീതിയായും സ്നേഹമായും മഹാദേവൻ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ വലിയ സത്യത്തെ നമുക്ക് നമിക്കാം. ഈ അറിവ് കേവലം വാക്കുകളല്ല, ജീവിതത്തിൽ പകർത്തേണ്ട ഒന്നാണ്. സ്നേഹത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് പോകൂ. ഓം നമഃ ശിവായ. ഭക്തൻ തന്റെ ഉള്ളിൽ പറയുന്നു, മഹാദേവൻ എൻ്റെ ഉള്ളടക്കം മുഴുവൻ കാണുന്നു. മനസ്സിലും ഹൃദയത്തിലും എല്ലാം അറിഞ്ഞിരിക്കുന്നു. എനിക്ക് കൂടുതൽ അറിവ് ആവശ്യമില്ല. ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ സമ്പൂർണതയിലേക്കുള്ള വഴി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു.